വിവാദങ്ങൾക്കിടെ നിലമ്പൂരിന്റെ വിവിധയിടങ്ങളിൽ PV അൻവറിന്റെ ഫ്ലെക്സ് ബോർഡുകൾ. നിലമ്പൂരിന്റെ സുൽത്താൻ PV അൻവർ തുടരുമെന്നാണ് ഫ്ലെക്സ്. എടക്കരയിലും വഴിക്കടവിലുമാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേർന്നുണ്ട്. ഇംതിയാസ്, വിവാദങ്ങൾക്കിടെ ഇതാ നിലമ്പൂരിന്റെ സുൽത്താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉള്ളത്? കൂടി അൻവറിന്റെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ പ്രവർത്തകർ അങ്ങനെ പറയുന്നുമുണ്ട്. അതിന് വാചകമാണ് ഏറ്റവും പ്രധാനം. അതായത് നിലമ്പൂരിന്റെ സുൽത്താനാണ്, നിലമ്പൂരിൽ PV അൻവർ തന്നെ തുടരും എന്ന് പറയുന്നതിലൂടെ ഇവർ പങ്കുവെക്കുന്നത് നിലമ്പൂരിൽ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഉണ്ടാകും എന്ന തരത്തിലാണ് അതിന്റെ ആശയങ്ങളൊക്കെ പ്രചരിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ UDF പ്രവേശനം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സാധ്യമായിട്ടില്ല. അൻവർ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അൻവറിന് എടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് UDF-ൽ തന്നെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ രീതിയിൽ ആണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോഴും എന്താണ് അൻവറിന് ചെയ്യേണ്ടത്? ഇപ്പൊ UDF പ്രവേശനം നേടിയില്ല എങ്കിൽ അൻവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ മത്സരിക്കുമെന്ന രൂപത്തിൽ അൻവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇന്ന് അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തുകയാണെങ്കിൽ അതിന് പ്രചാരണത്തിന് ഒരുപക്ഷെ മമത തന്നെ ഇങ്ങോട്ടേക്ക് വരും, 10 മന്ത്രിമാരെ അടക്കം വിട്ടുതരും എന്നൊക്കെ മമത അങ്ങനെ ബംഗാളിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പടക്കം കിട്ടിയിട്ടുണ്ടെന്ന രീതിയിലായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നിലമ്പൂരിലുണ്ട് എന്നൊക്കെ തെളിയിക്കാവുന്ന എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണ് ഇന്നത്തെ അൻവറിന്റെ ഫ്ലെക്സ് ബോർഡിനെ നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മത്സരിക്കുമെന്നൊരു സൂചന, മത്സരിക്കുമെന്നൊരു സാധ്യതയാണ് ഈ ഫ്ലെക്സ് ബോർഡിലൂടെ അൻവർ മുന്നോട്ട് വെക്കുന്നത്. ജയലക്ഷ്മി. ശരി ഇംതിയാസ്, അൻവർ തുടരും എന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എടക്കരയിലും വഴിക്കടവിലുമാണ് ഇപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് ഉള്ളത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.